നല്ല പടമാണ് കേട്ടോ. മനഃപൂർവ്വം ഡിഗ്രേഡ് ചെയ്യാനാണെന്ന് എനിക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ട്. കാരണം റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ലാഗാണ്, സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് ക്ലൈമാക്സ് കൊള്ളാവും എന്നൊക്കെ. പക്ഷെ എനിക്ക് കണ്ടിട്ട് ഫസ്റ്റ് ഹാഫ് തൊട്ടേ പടം നല്ല എൻഗേജിങ് ആണ്. അവര് ഓരോ സംഭവങ്ങളൊക്കെ സ്റ്റോറി ലൈന് നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഇതിന് മുന്നേ ഇതേപോലെ ആക്ഷൻ പടം മാർക്കോൺ ഇറങ്ങി, അതിനേക്കാളും സ്റ്റോറി വൈസ് കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. ക്യാമിയോ ആയാലും എല്ലാം നല്ല പടം ഓക്കേഷാണ്. അതായത് വൺ ടൈം വാച്ചബിൾ. വിചാരിച്ച ഒരു ഇതിലോട്ട് എത്തിയില്ല എങ്കിലും ഓക്കെ, ലൈക്ക് ഒരു എന്താ ആവറേജ് പടത്തിലും ബെറ്റർ ആയിട്ട് എബോ ആവറേജ് ആയിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ ഒരു യങ്ങർ വെർഷൻ കാണിക്കുന്നുണ്ടല്ലോ, ആ ഒരു ഏരിയസ് കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ശരിക്കും ആമിർ അലി എന്ന് പറഞ്ഞുള്ള ഒരു ഗോൾഡ് സ്മഗ്ലർ ലെവലിലോട്ട് എത്തുമ്പം നല്ലതാണ്. എന്നാലും കുറെ കൂടെ ബെറ്റർ ആക്കായിരുന്നു, കുറെ കൂടെ ലെവലിലോട്ട് എത്തിക്കാമായിരുന്നു തോന്നുന്നു. പിന്നെ ക്യാമിയോസ് വന്നാണെങ്കിലും എന്താ പറയുക, ക്യാമിയോസിന്റെ വലിയൊരു ആവശ്യം ഉള്ളതായിട്ട് തോന്നിയില്ല. ബട്ട് സ്റ്റിൽ അവര് വന്നുകൊണ്ട് തന്നെ നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ഫീല് കിട്ടുന്നുണ്ട്. ആ ഒരു ക്യാമിയോസ് ഉള്ളതിന്റെ ഒരു ഗുണം അത് മാത്രമാണ്. ഈ ഒരു പടത്തിന്റെ ഒരു പ്രൊമോഷൻ അല്ല ഇവിടെ നടക്കുന്നത്, മനസ്സിലായോ? ഇതിനും അപ്പുറം പ്രൊമോഷൻ വേണം. അതിനകത്ത് എന്തോ അൺറൈറ്റഡ് ആവുന്ന ഡൗട്ട് ഉണ്ട്. അത്രയ്ക്ക് അടിപൊളി പടം, ഒന്നും പറയാനില്ല. രാജ്യത്തും പടമാണ്. സ്റ്റാർട്ട് ടു എൻഡ് പക്ക അടിപൊളിയാണ്. സൈലന്റായിട്ടിരുന്നെങ്കിൽ പോലും ലാസ്റ്റ് എത്തിയപ്പം അടിപൊളിയായിരുന്നു. കോക്കൊക്കെ റിവ്യൂല് നെഗറ്റീവ് പറയുന്ന അത്രയും സിനിമയില്ല. ഇല്ല, നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ കണ്ടിട്ടല്ല ഞാൻ പടം വന്ന് കണ്ടത്. നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങള് കണ്ടിട്ട് ശേഷം പറയാം. ഒരുപാട് പേരൊക്കെ ഭയങ്കര നെഗറ്റീവും പറയട്ടെ. എല്ലായിടത്തും ഉണ്ടല്ലോ നെഗറ്റീവുകളിൽ 10 മാറിയിരിക്കുക, അത്രേ പറയാനുള്ളൂ. എന്റെ മോനെ കിട്ടില്ല മൂവി. ലൈക്ക് ഇതുപോലെ ഒരു പീക്കായിട്ടുള്ള ഒരു സ്റ്റൈലിഷ് മൂവി ഞാൻ കണ്ടിട്ടില്ല. പടം മൊത്തത്തിൽ ഒരു ആടി ഇടിയൊക്കെ സൂപ്പർ ആയിരുന്നു. ഒരു പീക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കിട്ടിലമായിരുന്നു. സ്ക്രീൻ പ്ലേ അത്യാവശ്യം കുഴപ്പമില്ല, അടിപൊളി സ്ക്രീൻ പ്ലേ ആയിരുന്നു. ആ മറ്റേ ഫൈറ്റ് സീക്വൻസ് ഇതില് ത്രൂ ഔട്ട് കിടിലുമായിരുന്നു. ഓവറോൾ ഒരു കിടിൽ എക്സ്പീരിയൻസ് ആണ് നീ കിട്ടിയത്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം, ഇത് മിസ് ചെയ്യരുത്. ഓണം പൃഥ്വിരാജ് തൂക്കി, അത്രേ പറയാം. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ്, പക്ഷേ സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. BGM സൂപ്പർ, ഫൈറ്റ് സീക്വൻസും സൂപ്പർ. ഇത് ക്യാമറ കളർ ഗ്രേഡിങ്ങും ഒക്കെ. സ്റ്റോറി ലൈൻ ഫസ്റ്റ് ഹാഫ് ലാഗ്, പക്ഷേ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി പിക്കപ്പ് ആവും. ഡയറക്ഷൻ സൂപ്പർ. മസ്റ്റ് വാച്ച് ആണോ, വൺ ടൈം വാച്ച് ആണോ? വൺ ടൈം വാച്ച് ആയിരിക്കും, പക്ഷേ ക്യാമിയോസും കൊള്ളായിരുന്നു. അപ്പൊ അതിനെ എൻജോയ് ചെയ്യണമെങ്കിൽ മസ്റ്റ് വാച്ച് ആയിരിക്കും.